കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഫസ്റ്റ് സെമസ്റ്റർ 4 ഡിഗ്രി പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ വർഷത്തെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാം പോലെയല്ല ടൈം ടേബിൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മേജർ മൈനർ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ താഴോട്ട് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 4 ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 25 മുതൽ തന്നെയാണ്. നവംബർ 25 തീയതി ഇംഗ്ലീഷ് പേപ്പർ 1 ആണ് എക്സാം ആയിട്ട് വരുന്നത്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ, അതായത് ഫ്രൈഡേ ഒഴികെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് 1:30 തൊട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എക്സാം വരുന്നത് 27 തീയതിയാണ്. നവംബർ 27 തീയതി നിങ്ങളുടെ എക്സാം വരുന്നത് ലാംഗ്വേജ് പേപ്പറാണ്. നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് പേപ്പറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എക്സാമാണ് വരുന്നത്. അതും 1:30 ടൈം തൊട്ടാണ്. ദെൻ അതിനുശേഷം വരുന്നത് MDC ആണ് വരുന്നത്. മൾട്ടി ഡിസിപ്ലിനറി പേപ്പറാണ് വരുന്നത്. അത് ഫ്രൈഡേ ആണ്, അതായത് നവംബർ 29 തീയതി ആണ് എക്സാം ആയിട്ട് വരുന്നത്. അത് സമയം 2 മണി മുതലാണ് എക്സാം വരുന്നത്. അതിനുശേഷം DSC വരുന്നുണ്ട്. ഡബിൾ പ്രോഗ്രാമിൻ്റെത് മേജർ പേപ്പർ 1 എക്സാമാണ്. അത് ഡിസംബർ 2 തീയതിയാണ് എക്സാം. അതിനുശേഷം മൈനർ പേപ്പർ 1 എക്സാം വെൻസ്ഡേ, അതായത് ഡിസംബർ 4 തീയതിയാണ് എക്സാം നടക്കുന്നത്. അതിനുശേഷം മൈനർ പേപ്പർ 2 എക്സാം നടക്കുന്നത് ഡിസംബർ 6, ഫ്രൈഡേ ഡിസംബർ 6 തീയതിയാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മേജർ മൈനർ പേപ്പർ 1 പേപ്പർ 2 എക്സാമിൻ്റെ ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളത് ഈ ഒരു PDF താഴോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ തരും. നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഓരോ കോളേജും ചൂസ് ചെയ്തിട്ടുള്ള മൈനർ സബ്ജക്റ്റുകളൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. BCom വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റായ അക്കൗണ്ടിങ് പ്രിൻസിപ്പൽസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ പെയ്ഡ് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, കുറഞ്ഞ ഫീസിന് പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്